Hi dears, welcome to the new session. Today we are discussing about production cost sheet. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കി. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നും എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഒരു സ്പെസിഫിക് ടൈം പീരിയഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയെ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നിരവധി മെഷീനുകൾ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഞാനൊരു ഹ്യൂജ് മെഷീൻ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് 15 months ആണ്, അല്ലെങ്കിൽ 15 മാസം എടുത്തിട്ടാണ് ഈ ഒരു മെഷീൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ 1st November 2019 ഞാൻ എന്ത് ചെയ്തു, ഈ മെഷീൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ 15 months ഇതിൻ്റെ വർക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും കംപ്ലീറ്റ് ആവുക? January 2021 ഇതിൻ്റെ വർക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആകും. അപ്പോൾ നോക്കുക, ഇവിടെ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് 1 year ആണ്. അതായത് കലണ്ടർ ഇയർ പ്രകാരം January 1 ആരംഭിച്ച് December 2020 അവസാനിക്കുന്ന ഒരു അക്കൗണ്ടിങ് പീരിയഡാണ് ഈ സ്ഥാപനം ഫോളോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ January 2020 ഓപ്പണിംഗ് ഡേറ്റും അതേപോലെ December 2020 ക്ലോസിംഗ് ഡേറ്റുമായിരിക്കും അക്കൗണ്ടിങ് പീരിയഡിൻ്റെ. ഇത് കാരണം ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെയുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ കോസ്റ്റ് ഷീറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. So, a production cost sheet is a document that provides the detailed information about the cost of a manufacturing company incurred to produce goods during a specific period. A simple cost sheet provides the detailed cost information for a product, while a production account or cost sheet provides a summarized view of operating result. ഇനി എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ പഠിച്ച സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. എക്സ്ട്രാ 1-2 ഐറ്റംസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആഡ് ചെയ്ത ഐറ്റംസുകളെ ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോസ്റ്റ് ഷീറ്റിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനായി ഓപ്പണിംഗ് സ്റ്റോക്ക് തുടക്കത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസുകൾ, നെറ്റ് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് പർച്ചേസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ വീണ്ടും പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ട് എങ്കിൽ ആ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് എന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയൽ ലഭ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫാക്ടറി ഓവർ ഹെഡുകളായിട്ടുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത ശേഷം ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിൽ നിന്നും ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലെസ് ചെയ്ത് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. അതിനുശേഷം പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുകയും കൂടാതെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ആഡ് ചെയ്യുകയും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുകയും ചെയ്താലാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് ലഭ്യമാവുന്നത്. അപ്പോൾ എന്താണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ 1st November 2019 മെഷീൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ മെഷീൻ്റെ പ്രൊഡക്ഷൻ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ January 2020
അതുവരെ ഉണ്ടായിട്ടുള്ള മെഷീന്റെ വർക്കിലുള്ള പ്രോഗ്രഷനെയാണ് നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ടോട്ടൽ മെഷീന്റെ ഒരു 20% മാത്രമേ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് തീർന്നിട്ടുള്ളൂ. അപ്പോൾ അതുവരെയുള്ള അതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വർഷത്തിന്റെ അവസാനം, അതായത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തിലേക്ക് നോക്കുക. അവസാനം എത്തിയപ്പോഴും മെഷീന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതുവരെയുള്ള വർക്കിലുള്ള പ്രോഗ്രഷനെയാണ്, അതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു 80% മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതുവരെയുള്ള അതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം പുതുതായി ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ ആഡ് ആവുന്നുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ആഡ് ചെയ്യുകയും അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് പുതുതായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ലഭ്യമാകും. അപ്പോൾ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഈ ഒരു ഫാക്ടറിയിൽ ഒരു മെഷീൻ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കുറെ മെഷീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 1 ജാനുവരി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ എന്റെ കയ്യിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് എത്ര മെഷീനറീസ് ഉണ്ട് എന്നുള്ളതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഈ വർഷത്തിന്റെ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തിൽ എത്ര മെഷീനറീസ് ഫിനിഷ്ഡ് ചെയ്ത് എത്രത്തോളം ഫിനിഷ്ഡ് സ്റ്റോക്ക് നമ്മൾ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭ്യമായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡുകൾ നമ്മൾ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് സെയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ കൂടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സെയിൽസ് വാല്യൂ ലഭ്യമാവുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 31 ഡിസംബർ 2020 അവസാനത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനായി നമുക്ക് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവയാണ്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഓൺ 1 ജാനുവരി 2020. 2020 1 ജാനുവരിയിൽ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റോ മെറ്റീരിയൽ 25,000. Then finished goods 17,360. ഇവിടെ റോ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിനെയാണ്. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് ഉദ്ദേശിച്ചത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ്, സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഓൺ 31 ഡിസംബർ 2020. 31 ഡിസംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ക്ലോസിംഗിലുള്ള ഇൻഫർമേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റോ മെറ്റീരിയൽ, ക്ലോസിംഗിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണത്. അതേപോലെ ക്ലോസിംഗിലുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് 15,750. കൂടാതെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട് 21,900. വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് 8,220. ക്ലോസിംഗിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് 9,100. കൂടാതെ സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 72,310. ഡയറക്റ്റ് വേജ് 70,150. വർക്ക് എക്സ്പെൻസുകൾ 8,340. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ 6,870. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട് 4,210. ആൻഡ് ലാസ്റ്റ് വൺ, സെയിൽ ഓഫ് സ്ക്രാപ്പ് 330 റുപ്പീസ്. 3 ഇൻഫർമേഷൻസുകളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഡാറ്റകളെല്ലാം നമ്മൾ നേരെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനായി ആദ്യം പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് വരക്കണം. ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇയറിന്റെ തുടക്കത്തിലുള്ള റോ മെറ്റീരിയൽ ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് 25,000. അതിന്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു 21,900. അതിന്റെ കൂടെ എക്സ്പെൻസസ് ഓഫ് പർച്ചേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക്
നൽകിയിട്ടില്ല, അത് കാരണം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ആ കിട്ടിയ എമൗണ്ടിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. അതായത് ഇയറിന്റെ അവസാനത്തിലുള്ള റോ മെറ്റീരിയൽ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 26,250. ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് നമുക്ക് ലഭ്യമാകും. അതായത് 20,650. അതിൻ്റെ കൂടെ നമ്മൾ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ഡയറക്റ്റ് ലേബർ ആയിട്ട് 17,150. ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ല. അങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് ആയിട്ട് 37,800 ലഭിക്കും. ഇനി പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്ന എക്സ്പെൻസുകൾ ഏതെല്ലാം എന്ന് നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡിൽ വർക്ക് എക്സ്പെൻസ് മാത്രമേ വന്നുള്ളൂ. അപ്പൊ വർക്ക് എക്സ്പെൻസ് 8,340. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യണം. സ്ക്രാപ്പ് വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. നൽകിയിട്ടുണ്ട്. ഇവിടെ 330. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. അതായത് 8,010 രൂപ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ്. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. ഇനി പ്രൈം കോസ്റ്റിന്റെ കൂടെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുകയും കൂടാതെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ആഡ് ചെയ്യുകയും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുകയും വേണം. ഇവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് 8,220നും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ലെസ് ചെയ്യണം. അത് 9,100ഉം. അങ്ങനെ ഇത് ആഡ് ചെയ്ത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ലഭ്യമാവും. ഫാക്ടറി കോസ്റ്റ് ആയിട്ട് 44,930 റുപ്പീസ് നമുക്ക് ലഭ്യമാവും. അതിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ ഏതെല്ലാം ക്വസ്റ്റ്യനിലുണ്ടോ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളായിട്ട് ഒരു 6,870 റുപ്പീസ് ഉണ്ട്. അത് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 51,800 എന്ന് കിട്ടും. ഇനി അതിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൽ മൈനസ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് 17,360യും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് 15,750യുമാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഇത് ആഡ് ചെയ്ത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് 43,410 ലഭ്യമാകും. അതിനുശേഷം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ എല്ലാം ആഡ് ചെയ്യുന്നു. ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് 4,210 റുപ്പീസ് ആണ് വന്നിട്ടുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് 57,620 കിട്ടും. ഇനി നമുക്ക് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിന് പ്രോഫിറ്റുമായിട്ട് ഒരു ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ല. പകരം നമുക്ക് സെയിൽസിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് 72,310 ആണ്. ഇത് റെക്കോർഡ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സെയിൽസ് വാല്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽ മൈനസ് ചെയ്താലാണ് പ്രോഫിറ്റ് ലഭ്യമാവുക. സിമ്പിളായി പറഞ്ഞാൽ 57,620 രൂപയുടെ സാധനം നമ്മൾ 72,310 രൂപക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് എത്ര? 14,690. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്